മദീന പള്ളിയിൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ സ്വഹാബത്തും ഇശാ നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് മിക്ക ആളുകളും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. വളരെ ചുരുക്കം ചില അനുചരന്മാരുമായി സ്വഹാബത്തുമായി റസൂലുള്ള പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് പള്ളിയിൽ ഒരാൾ കയറി വരുന്നു. അപരിചിതനാണ്, ആർക്കും പരിചയമുള്ള ആളല്ല, മാത്രമല്ല യാത്രക്കാരനാണ്. ആ യാത്രയുടെ ക്ഷീണം മുഖത്തിങ്ങനെ കാണുന്നുണ്ട്. അയാൾ നബിയോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി, ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തിന്നാൻ എന്നെ സഹായിക്കാൻ പറ്റോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രയാസം തോന്നി. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്നാണ് പറയുന്നത്. നബി തങ്ങൾ അവിടെ നിന്ന് വേഗം എഴുന്നേറ്റു. റസൂലുള്ള ഭാര്യമാരുടെ വീടുകളിലേക്ക് ചെല്ലുകയാണ്. അവരോടൊക്കെ ചോദിക്കുകയാണ്, വിശക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട്, വീട്ടിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ആരാ ചോദിക്കണത്? ഭർത്താവാകുന്ന, ലോകത്തിന്റെ നേതാവാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പക്ഷെ എല്ലാ ഭാര്യമാരുടെ വീട്ടിലും പട്ടിണിയാണ്, എവിടെയും ഒന്നും തിന്നാനില്ല. എല്ലാവരും കൈമലർത്തി, ഒന്നും തിന്നാനില്ലെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളികൾ തിരിച്ചു വന്ന റസൂലുള്ളാഹിന്റെ മുഖത്ത് വല്ലാത്ത സങ്കടം കാണുന്നുണ്ട്, വല്ലാത്ത വിഷമം. അതിഥിയെ സൽക്കരിക്കാൻ പറ്റിയില്ലല്ലോ, തിന്നാനൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. കൂടെ നിന്ന സ്വഹാബത്തിനോട് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ തയ്യാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ? ഇത് കേട്ട അൻസാരിയാകുന്ന ഒരു സഹോദരൻ, ഒരു സഹാബി, അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറാണ്, ഞാൻ കൊണ്ടുപോകാൻ നബിയെ, ഞാൻ ഭക്ഷണം കഴിപ്പിക്കാൻ നബിയെ. ആ അതിഥികമായിട്ട് അൻസാരിയാകുന്ന സഹാബി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നമുക്ക് ഇന്ന് വലിയ സൗഭാഗ്യം കിട്ടിയ ദിവസമാണ്, വലിയ ഭാഗ്യം കിട്ടിയ ദിവസമാണ്. കാരണം റസൂലുള്ളാഹി തങ്ങൾ ഒരു അതിഥിയെ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ലൈഫു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷിക്കാം, ആ അതിഥിയെ നമുക്ക് ഭക്ഷണം കഴിപ്പിച്ച് സന്തോഷിപ്പിക്കാം. ആ ഭാര്യ തിരിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ യാതൊരു ഭക്ഷണവുമില്ല. നമ്മുടെ ചെറിയ 2 കുട്ടികൾക്ക് കഴിക്കാവുന്ന ഭക്ഷണമല്ലാതെ, ആഹാരമല്ലാതെ മറ്റൊന്നും കഴിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് പറഞ്ഞു, അങ്ങനെ പറയല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയാണ്, റസൂലുള്ളാഹിന്റെ വിരുന്നുകാരനാണ്, അതുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കലാണ് പ്രധാനം. മക്കളെ നീ എന്തെങ്കിലെല്ലാം പറഞ്ഞിട്ട് ആ മക്കളെ നീ കിടത്തി ഉറക്കണം. ഭാര്യയോട് പറയാണ്, പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അൻസാരിയാകുന്ന സ്വഹാബി, എന്തെങ്കിലും പറഞ്ഞ് മക്കളെ ഉറക്കണം, അവരെ കിടത്തി ഉറക്കണം, എന്നിട്ട് ഭക്ഷണം റെഡിയാക്കണം, ഭക്ഷണം വിളമ്പണം, അതിഥിയുടെ മുന്നിലേക്ക് വെക്കണം. കാരണം എന്താ? കുട്ടികൾക്ക് കഴിക്കാവുന്ന ഭക്ഷണമേ ഉള്ളൂ, ഇവർക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ഭക്ഷണമില്ല. അതുകൊണ്ട് ഭക്ഷണം വിളമ്പിയിട്ട് നീ ഭക്ഷണം റെഡിയാക്കി വിളമ്പി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീ ലൈറ്റ് ഓഫാക്കണം, വിളക്ക് ഓഫാക്കണം, അണക്കണം. ഇരുട്ടിൽ നിന്ന് 2 പേരും ഭക്ഷണം കഴിക്കുന്ന പോലെ അഭിനയിക്കാം. സ്വഹാബിയാകുന്ന അൻസാരിയാകുന്ന സ്വഹാബിയും ഭാര്യയും പറയാണ്, നമുക്ക് 2 പേർക്കും ഭക്ഷണം കഴിക്കുന്ന പോലെ അഭിനയിക്കാം. ഇത് കണ്ട് അവര് കഴിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അതിഥിയാകുന്ന അദ്ദേഹം നന്നായി ഭക്ഷണം കഴിച്ചുകൊള്ളും, അങ്ങനെ തൃപ്തിയായി ഭക്ഷണം കഴിച്ചുകൊള്ളും. ഭർത്താവ് പറഞ്ഞതുപോലെ ആ പ്രിയപ്പെട്ട ഭാര്യ ചെയ്തു. വിരുന്നുകാരന്റെ വയറ് നിറഞ്ഞത് കണ്ടപ്പോൾ 2 പേർക്കും വലിയ സന്തോഷമായി. അങ്ങനെ രാത്രി എല്ലാവരും കിടന്നുറങ്ങുകയാണ്. നേരം വെളുക്കും മുമ്പ് സുബഹി നേരത്ത് നിസ്കാരത്തിന് വേണ്ടി ആ സ്വഹാബി പ്രവാചകന്റെ പള്ളിയിലേക്ക് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, സന്ദേശം അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സ്വഹാബിയെ കണ്ടപാടെ റസൂലുള്ളാഹി കെട്ടിപ്പിടിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് ആ സ്വഹാബിയോട് പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ചെയ്ത പണി കണ്ടിട്ട് അല്ലാഹു പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, റബ്ബ് പോലും അമ്പരന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു നിങ്ങളുടെ ആതിഥ്യം, നിങ്ങൾ നൽകിയ ആ സൽക്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ
ഖുർആൻ ഓതിയിട്ട് സൂറത്തുൽ ഹശ്റിലെ അവസാന ആയത്തുകൾ ഓതിയിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പശ്ചാത്തലത്തിലാണ് ഹശ്ർ സൂറത്തിലെ 9ാമത്തെ ആയത്തിറങ്ങിയത്. വല്ലദീന യുഅ്തിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ والذين يؤثرون على أنفسهم ولو كان بهم خصاصة. അവർക്ക് പട്ടിണിയാണ്, അവർക്ക് പ്രയാസമാണ്, എന്നാൽ പോലും തന്റെ സഹോദരന്റെ കാര്യം അതിഥിയായി വന്നിരിക്കുന്ന റസൂലുള്ളാഹിന്റെ അതിഥിയായി വന്നിരിക്കുന്ന സഹോദരന്റെ കാര്യം പരിഗണിക്കുന്ന ആളുകൾ അവരാണ് മുത്തഖീങ്ങൾ. അവർ പടച്ചവന്റെ പക്കൽ വലിയ സ്ഥാനമുള്ളവരാണ് എന്ന് പരിശുദ്ധമായ ആയത്തിറങ്ങിയത് ഈ സംഭവ പശ്ചാത്തലത്തിലാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. മുഹമ്മദ് മുസ്തഫ